ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു തനൂസ് കിച്ചൺ. എല്ലാ കൂട്ടുകാർക്കും തനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു തട്ടുകട സ്റ്റൈൽ മുട്ട ദോശ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് നമ്മുടെ ഈ മുട്ട ദോശ. അപ്പോൾ ഇതിന്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ടുള്ള ഒരു തക്കാളി ചട്നിയുടെ റെസിപ്പി കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി കാണും, അതിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. എങ്കിലും ഞാനിടുന്ന റെസിപ്പീസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മുട്ടദോശ തയ്യാറാക്കാനായി ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പം 3 മുട്ട, പിന്നെ വേണ്ടത് ഞാനൊരു ചെറിയ തക്കാളി അതിനകത്തെ കുരു കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഒരു മീഡിയം സൈസ് പച്ചമുളക് ചെറുതായി കുനുകുനാന്ന് അരിഞ്ഞത്, പിന്നെ ഒരു സവാള അല്ലെങ്കിൽ ചുവന്നുള്ളി, ഞാൻ ഒരു 12 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതല്ല എങ്കിൽ ഒരു സവാള ആണെങ്കിലും എടുക്കാം. പിന്നെ വേണ്ടത് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്. അത്രയാണ് വേണ്ടത്. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ചേർക്കാം, അതുപോലെ തന്നെ ബീൻസ്, അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. പിന്നെ വേണ്ടത് ദോശമാവാണ്. അപ്പൊ ഞാൻ തലേദിവസത്തെ ഫ്രിഡ്ജിൽ വെച്ച ദോശമാവാണ്. അപ്പൊ ദോശമാവ് ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് ദോശമാവ് കിട്ടുന്ന വിധമാണ് ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊന്ന് കണ്ടു നോക്കാം. അപ്പൊ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദോശമാവാണിത്. അപ്പൊ നമുക്കിനി തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പൊ ഈ മുട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, അതുപോലെ തന്നെ മല്ലിയില, ക്യാപ്സിക്കം ഒക്കെ ഉണ്ടെങ്കിൽ ക്യാപ്സിക്കവും ചേർക്കാം കേട്ടോ. തക്കാളി, പിന്നെ പച്ചമുളക്, അത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ മുട്ട ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ ഒരു അയൺ പാനോ വെച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇരുമ്പിന്റെ പാനാണ് വെച്ചിട്ടുള്ളത്. ഇത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതാ നമ്മുടെ ദോശക്കല്ല് നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ദോശമാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിന്റെ മീതേക്ക് ഞാൻ നമ്മുടെ മുട്ട അടിച്ചു വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദോശയ്ക്ക് ഒരു മുട്ട എന്നുള്ള രീതിയിലാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി തീ വളരെ കുറച്ച് വെക്കാം. അതിനുശേഷം ഇതിന്റെ മീതേക്ക് കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇഷ്ടമില്ലാത്തവർ അങ്ങനെ ചേർക്കണമെന്നില്ല. ഇപ്പൊ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇതിന്റെ സൈഡിലും അതുപോലെ ഇതിന്റെ മീതേക്ക് ഒന്ന് ഇട്ടിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ നെയ്യ്. ഞാനൊരു 2-3 തുള്ളി നല്ലെണ്ണ കൂടി ഇതിന്റെ മീതേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തീ വളരെ കുറച്ച് വേണം ഇടാനായിട്ട്.
ഇതിന്റെ ഒരു വശം ഒന്ന് വെന്തതിന് ശേഷം നമുക്കൊന്ന് മറിച്ചിട്ടും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഒരു വശം വെന്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് മറുവശം കൂടി ഒന്ന് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇരുമ്പിന്റെ ദോശക്കല്ലൊക്കെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞിട്ടുള്ള ആ ഒരു ദോശ കിട്ടും. ആ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു പൊടിക്ക് ടേസ്റ്റ് കൂടുതലായിരിക്കും നമ്മുടെ ഇരുമ്പിന്റെ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴുള്ള ദോശയ്ക്ക്. അപ്പോൾ ഞാൻ നന്നായിട്ട് മൊരിച്ചിട്ടാണ് എടുക്കുന്നത്. ഇതെല്ലാം ഓരോരുത്തരുടെ ഒരു പേഴ്സണൽ ചോയ്സ് അനുസരിച്ചിട്ട് മാറ്റാം. അപ്പോൾ ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റാം. ഇതാ നമ്മുടെ മുട്ടദോശ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതുപോലെ ഓരോ മുട്ടദോശയും നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് സൈഡായിട്ടുള്ള ഒരു ചട്നി കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. തക്കാളി ചട്നിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. തേങ്ങയൊന്നും അരക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ചട്നിയാണ് ഇതിന്റെ സൈഡ് ഡിഷായിട്ട് ഞാനിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം ചട്നി തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ചട്നി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 2 മീഡിയം സൈസ് ടൊമാറ്റോ, ഒരു ചെറിയ പച്ചമുളക്, 2-3 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞത്, അത്രയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടാകുമ്പോഴേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നല്ലെണ്ണയാണ് ഇപ്പോൾ ഒഴിച്ചത്. അപ്പോൾ ഓയിൽ ചൂടാകുമ്പോൾ ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1 ടീസ്പൂൺ പൊട്ടുകടല, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ. ഇത്രയും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഈ തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഈ ചമ്മന്തിയിൽ തേങ്ങ ചേർക്കുന്നില്ലല്ലോ, അപ്പോൾ അതിനൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പരിപ്പൊക്കെ ചേർക്കുന്നത്. അപ്പോൾ കടലപ്പരിപ്പ് ഞാൻ 1 ടീസ്പൂൺ കൂടി ചേർക്കുന്നുണ്ട്. എനിക്ക് കടലപ്പരിപ്പിന്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ്. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താട്ടോ. അപ്പോൾ തീ കുറച്ച് വേണം ഇടാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ പരിപ്പൊന്നും കരിഞ്ഞു പോരുത് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും സവാളയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർത്തിട്ടില്ല, ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഈ ഒരൽപ്പം കൂട്ടി വെക്കുക. ഇപ്പൊ നമ്മുടെ തക്കാളിയും സവാള എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു പച്ച സ്മെല്ലെല്ലാം മാറിയിട്ടുണ്ടാവും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം. മിക്സിയിലിട്ട് ഇട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതാ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചൂടി എടുക്കണം. ഞാൻ അതേ ചട്ടിയിൽ തന്നെയാണ് താളിച്ചെടുക്കാൻ പോകുന്നത്. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്ക് കറിവേപ്പിലയും അതുപോലെ ഒരു വറ്റൽമുളകും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള ചട്നി കൂടി ചേർക്കാം. ഞാൻ ഈ ചട്നി അരച്ചപ്പോഴേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ടാണ് അരച്ചത്. ഒരുപാട് വെള്ളമൊന്നും കൂടി പോരുത്, ഒരല്പം വെള്ളം. ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം വെള്ളം കൂടി ഞാൻ ചേർത്തിരുന്നു.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. കാര്യം അത്രയും മതി. അപ്പൊ നമ്മുടെ ചട്നിയും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ മുട്ട ദോശയും തക്കാളി ചട്നിയും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാ. അതുപോലെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക്